കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിറ്റ് ഇന്ത്യ ദിന സദ്ഭാവനാ യാത്ര നടത്തി. ചങ്ങനാശ്ശേരി മുനിസിപ്പൽ പാർക്കിന് സമീപത്ത് നിന്നും ആരംഭിച്ച പദയാത്ര മുനിസിപ്പൽ ജംഗ്ഷനിൽ സമാപിച്ചു. തുടർന്ന് നടന്ന സദ്ഭാവനാ ദിന സമ്മേളനം KPSTA സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു. അധ്യാപക സമൂഹത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനായാണ് യാത്ര നടത്തിയത്. കുന്നംകുളം തൃശൂർ റോഡിൽ കണ്ടെയ്നർ ലോറിയിൽ നിന്ന് ഇരുമ്പ് പൈപ്പുകൾ റോഡിലേക്ക് വീണു. മധുരക്കുളം റോഡിൽ നിന്ന് തൃശൂർ റോഡിലേക്ക് കയറുന്നതിനിടെ ലോറി പെട്ടെന്ന് ബ്രേക്ക് ഇട്ടതോടെയാണ് പൈപ്പുകൾ റോഡിൽ ചിതറി വീണത്. ലോറിക്ക് പിറകിൽ മറ്റു വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. വളർത്തുനായയുടെ നഖക്ഷതമേറ്റ വീട്ടമ്മ പേവിഷബാധയേറ്റ് മരിച്ചു. മരിച്ചത് തിരുവനന്തപുരം ചെന്തൂപ്പൂര് ചരുവിളാകം സ്വദേശി ജെയിനി. സംഭവത്തെ തുടർന്ന് നഗരസഭാ ജീവനക്കാർ പ്രദേശത്ത് ക്ലോറിനേഷൻ നടത്തുകയും ലഘുലേഖകൾ വിതരണം ചെയ്യുകയും ചെയ്തു. കോട്ടയം പ്രവിത്താനം സെന്റ് മൈക്കിൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹിരോഷിമ നാഗസാക്കി ക്വിറ്റ് ഇന്ത്യ ദിനങ്ങൾ ആചരിച്ചു. കത്തിച്ച തിരികളും പ്ലക്കാർഡുകളും സടക്കോ പക്ഷികളുമായി കുട്ടികൾ സമാധാന റാലിയും നടത്തി. യുദ്ധവിരുദ്ധ ആശയങ്ങൾ ഉൾപ്പെടുത്തി വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമൂട്ടിൽ പനി ബാധിച്ച് 6 വയസ്സുകാരൻ മരിച്ചു. മരിച്ചത് ഓട്ടോ തൊഴിലാളിയായ ബിജുവിന്റെ മകൻ കാശിനാഥൻ. പനി ബാധിച്ച് തിരുവനന്തപുരം SAT ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നു പുലർച്ചെയാണ് മരണം. വയനാട്ടിലെ ദുരന്തമുഖത്തെ കുട്ടികൾക്ക് ആശ്വാസമേകാൻ ബിഗ് ബോസ് താരം അശ്വിൻ വിജയ്. കുട്ടികൾക്കായി വ്യത്യസ്ത മാജിക് അവതരിപ്പിച്ചും രസിപ്പിച്ചുമാണ് അശ്വിൻ മടങ്ങിയത്. കളക്ടറേറ്റിൽ നടന്ന വിവരാവകാശ കമ്മീഷൻ ഹിയറിംഗിൽ പരിഗണിച്ച 60 പരാതികളിൽ 52 എണ്ണം തീർപ്പാക്കി. 8 എണ്ണം അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി. പരാതികൾ പരിഗണിച്ചത് വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ KM ദിലീപ്. പരിഗണിച്ചത് തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ബന്ധപ്പെട്ട പരാതികൾ. വൃക്കരോഗികൾക്ക് സാന്ത്വനമേകി കുട്ടനാട്ടിലെ ലയൺസ് ക്ലബ്ബ് ഓഫ് എടത്വ ടൗൺ. ക്ലബിന്റെ നേതൃത്വത്തിൽ KC മാത്യു ഫൗണ്ടേഷന്റെയും ബിജു C ആന്റണി മെമ്മോറിയൽ ട്രസ്റ്റിന്റെയും സഹകരണത്തോടെ ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു. പരിപാടി ലയൺസ് ക്ലബ്ബ് ജില്ലാ ക്യാബിനറ്റ് ട്രഷറർ സുരേഷ് ജെയിംസ് വഞ്ചിപ്പാലം ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിച്ച കേസിൽ വീട്ടുജോലിക്കാരി അറസ്റ്റിലായത് കോട്ടയം കാണക്കാരി സ്വദേശി മുത്തുലക്ഷ്മി. മധ്യവയസ്കയുടെ വീട്ടിൽ നിന്നും സ്വർണ്ണവളയും സ്വർണ്ണ മോതിരവുമാണ് മോഷ്ടിച്ചത്. പ്രതിയെ പിടികൂടിയത് ഏറ്റുമാനൂർ സ്റ്റേഷൻ SHO അൻസലിന്റെ നേതൃത്വത്തിലുള്ള സംഘം. തിരുവനന്തപുരം ധനുവച്ചപുരം പമ്പിനു സമീപമുണ്ടായ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് കുന്നത്തുകാൽ സ്വദേശി അജികുമാർ സതിക ദമ്പതികളുടെ മകൻ അച്ചു. അപകടം നെയ്യാറ്റിൻകരയിൽ നിന്നും കുന്നത്തുകാലിലേക്കുള്ള യാത്രയിൽ ബൈക്ക് റോഡിലെ കുഴിയിൽ വീണ്. തിരുവനന്തപുരം പാറശാലയിൽ ലഹരിവേട്ട. കണ്ടെത്തിയത് 45 ഗ്രാം MDMA. സംഭവത്തിൽ 2 പേർ പോലീസ് കസ്റ്റഡിയിലായത് ചായ്ക്കോട്ടുകോണം സ്വദേശി ശ്രീജിത്തും മുട്ടത്തുറ സ്വദേശി അനുവും. MDMA എത്തിച്ചത് വിനോദസഞ്ചാരികളെ കേന്ദ്രീകരിച്ച് വിൽപ്പന നടത്താൻ. ഇടുക്കി 6-ാം മൈലിൽ ബസ്സിൽ നിന്നും ഇറങ്ങിയ യുവാവ് കാൽവഴുതി കൊക്കയിൽ വീണു മരിച്ചു. മരിച്ചത് മൂലമറ്റം സ്വദേശി സുബിൻ. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ. വയനാടിനായി DYFI ശൂരനാട് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ധനസമാഹരണത്തിന്റെ ഭാഗമായി ശൂരനാട് വടക്ക് ജനകീയ ഹോട്ടൽ ഒരു ദിവസത്തെ മുഴുവൻ കളക്ഷൻ തുകയും കൈമാറി. കളക്ഷൻ തുക DYFI കേന്ദ്ര കമ്മിറ്റി അംഗം ചിന്താ ജെറോം ഏറ്റുവാങ്ങി.